ഗൈസ് വെൽക്കം വണക്കം. കുണ്ടൻ അണ്ടിക്കാട് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്നൊരു ഇൻഫ്ലുവൻസർ പ്രമുഖ ഇൻഫ്ലുവൻസർ. നാക്ക് പിഴയാണ്. നമുക്ക് ജലദോഷം പനി ഇതൊക്കെ ഉള്ളത് കാരണം നാവിൽ നിന്ന് വന്നു പോകുന്ന പിഴകൾ ഒന്ന് ക്ഷമിക്കണേ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന പ്രമുഖ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസർ. ഭയങ്കര സംഭവമാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ വിഷയം എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നു. നിങ്ങളെന്താ ഈ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ വീഡിയോ ചെയ്യാത്തത്? ഇത് മാറിപ്പോകുന്നതാണ് കേട്ടോ. എനിക്ക് സ്ഥിരം ഇത് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ചോദിച്ചതിൻ്റെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്തമാരുടെ എണ്ണം എടുക്കാം. കാരണം എന്താണെന്നല്ലേ, തന്തമാരുടെ എണ്ണം ഞാൻ പറയുന്നൊന്നുമല്ല. നമ്മുടെ ബയോളജിക്കലി ഈ കുഞ്ഞണ്ണൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ബയോളജിക്കലി ഒരാൾക്ക് ഒരു തന്തേ ഉണ്ടാവുള്ളൂ അണ്ണ. ഇനി അണ്ണൻ എന്താണ് പറയണമെന്ന് കേട്ടിട്ട് വിശദമായി വ്യക്തമായി ഒന്നൊന്നായിട്ട് നമുക്ക് കേട്ട് പോവാം. തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. പല തന്തയ്ക്ക് ഒരാൾക്കും പറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ക്ലിനിക്കലി അത് പ്രൂൺ ആവണ്ടേ? കാരണം ഒരുപാട് തന്തമാർ ഒരേ സമയത്ത് വന്ന് എന്തുണ്ടാക്കിയിരുന്നാലും ഒരു തന്തയുടെ സാധനം മാത്രമേ മറ്റേ സംഭവം നടക്കുകയുള്ളൂ അണ്ണാ. കാരണം ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പല തന്തയുടെ കേസ് വിളിക്കണ്ട. ബയോളജിക്കലി അത് നടക്കത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനകത്താണെങ്കിൽ ഞാൻ ലോകത്താരെ പറ്റിക്കത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അത് നമുക്ക് പിന്നാലെ കേൾക്കാം. ബാക്കി ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം ഇതുവരെ നിങ്ങൾ എല്ലാവരും പാടഞ്ച പച്ചർച്ചിന്നു, ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഇന്ന് അങ്ങയുടെ പച്ച ഇറച്ചി തിന്നുന്നതിൽ ഞാനില്ല അണ്ണൈ. ഞാൻ ഇത്രയും ദിവസത്തിന് ശേഷം ഇന്നാണ് അണ്ണൈ വീഡിയോ ചെയ്യുന്നത്. കുഞ്ഞണ്ണ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ ഈ അപരാധം പറയുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് തലച്ചോറിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്. എൻ്റെ പേര് തലച്ചോറെന്നാണ്. പിന്നെ സ്വബോധം, ബുദ്ധി, വിവരം, മറ്റുള്ള കാര്യങ്ങൾ, സാമൂഹിക കാഴ്ചപ്പാടുകൾ, ബന്ധങ്ങൾ, ഇതെല്ലാം കണ്ട് ഉടായ്പകൾ മനസ്സിലാകും. എൻ്റെ ഒരു സിനിമയ്ക്കകത്ത് സെയ്ഫ് അലി ഖാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. വേറെ ആരെടുത്തുമല്ല, ഒരു മലയാളിയുടെ കയ്യിൽ നിന്ന് ഒരു ട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. അതിനെക്കാട്ടിലപ്പുറം ഇനി വേറെ ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്നത്. മലയാളിയാണ് മക്കളെ. ഇവിടെ വന്നിട്ട് അണ്ണ എന്തൊക്കെ വന്ന് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നാലും ഈ ഒരു സാധനം ഉടായ്പാണ്. നമുക്കത് വ്യക്തമായി തെളിയിക്കാം. ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തി അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ? അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു തരുന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ആ ലൈവാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് 1, 2 നില 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ എണ്ണമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര നെരുങ്ങി നിൽക്കുന്ന അണ്ണൻ പാണ്ടിക്കാടണ്ണ. നമുക്ക് ബാക്കി അണ്ണന്റെ വിഷയത്തിലേക്ക് വരാം. അണ്ണൻ എടുത്ത നറുക്കെടുപ്പ് നമുക്ക് ആദ്യം കാണാം. വീഡിയോയുടെ നേരെ കേൾക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ കാണുന്നില്ലേ പൊന്നോ, ഇനി തെളിവ് വേണോ, ഒട്ടിച്ചുവെച്ച സാധനം പൊന്നോ എന്നാണ് ചോദിക്കുന്നത്. പോന്നോന്നോ? ഇല്ലല്ലോ, വീഡിയോയിൽ ശബ്ദം നേരെ കേൾക്കുക. ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ കാണുന്നില്ലേ, പോന്നോ, ഇനി തെളിവ് വേണോ. ഒട്ടിച്ചു വെച്ച സാധനം പോന്നോ എന്നൊരാൾ ചോദിക്കുന്നുണ്ടെന്ന് നിങ്ങളും കേട്ടോ. എടുക്കട്ടെ. ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. 1000 ആണേ, ഓരോരുത്തരും 100. കൈയിടുന്നു ആഴത്തിലേക്ക് കൈകൾ കയറ്റി സെർച്ച് ചെയ്യുന്നു. മുഹമ്മദ് സാഫി വയനാട്. ഈ സാധാരണ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് മുഖത്തൊക്കെ എന്തെങ്കിലും എക്സ്പ്രഷൻ വേണ്ടേ? ഇത് അവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെ മുഖത്ത് നോക്കിയേ ഒരുമാതിരി മറ്റേ സിനിമയാണ് ചുരുളി സിനിമയ്ക്കകത്ത് അവസാനം ഞാനിവനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ ഒരുമാതിരി നോട്ടം നോക്കൂലേ, അതുപോലെ ഇരിക്കുന്നു. നോക്കിയേ. ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിളിക്കണം. ഒന്നാം സ്ഥാനം കിട്ടിയ സാഫി 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ സാഫിക്കാണ് വീട് കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു വീടിൻ്റെ നറുക്കെടുപ്പാണ് നടത്തിയത്. നറുക്കെടുപ്പ് എന്ന് വെച്ചാൽ ഇതൊരു സ്കാമാണ്. ഇത് പച്ച സ്കാമാണ്. ഈ ലോട്ടറി ഒരു സ്കാമാണ്. അതുപോലെ തന്നെ ഇതും ഒരു സ്കാമാണ്. അതായത് നമ്മുടെ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴി. കാരണം
ഒരു കോടിക്കണക്കിന് രൂപയുള്ള ഒരു വീട്, ആ ഒരു വീടിനെ നമുക്ക് വാങ്ങാൻ നമുക്ക് പൈസയില്ല, സാമ്പത്തികമില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് ഗീവ് അവേ പരിപാടി നടത്തുന്ന കുറേ മഹാത്മാക്കളുണ്ടല്ലോ. നിങ്ങൾ ഈ ഒരു എത്ര മില്യൺ കണക്കിനൊക്കെ കമൻസ് ഒക്കെ വരുന്നുണ്ട്. അവരെ ഫോളോ ചെയ്യും, ഇവരെ ഷെയർ ചെയ്യും, ഇവരെ കമൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പാവങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കുക, അവരോരൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നു. കിട്ടിയ ആൾക്കാർ അധികം കണ്ടിട്ടില്ല, എന്നാലും അതും ഒരു സ്കാമാണ്, ഇതും ഒരു സ്കാമാണ്. ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് നിന്ന് ഓരോ വ്യക്തികളെ കൊണ്ട് 1000 രൂപയോ 500 രൂപയോ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് വിൽക്കും, കോടിക്കണക്കിന് രൂപ അവർക്ക് കൈ കിട്ടും. എന്നിട്ട് ഇവർ വീട്, കാറ്, മറ്റേ ബൈക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും. ഈ ഒരു വിഷയത്തിനകത്ത് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ കൂട്ടത്തിൽ വേറെ കുറേ ആൾക്കാരും കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. ചില ലക്ഷക്കണക്കിന് യൂട്യൂബിൽ റവന്യൂ കിട്ടി, അതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ഇതുപോലുള്ള ഉടായ്പ പ്രൊമോഷനും പ്രൊമോട്ട് ചെയ്ത് നടക്കുന്ന കുറേ വാണങ്ങളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം വ്യക്തമായിട്ട് ഈ കുഞ്ഞണ്ണൻ്റെ കുഞ്ഞൻ കറക്റ്റായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ കുഞ്ഞണ്ണ അടുത്ത് വീണ്ടും വന്ന് വർത്താനം പറയുന്നതിനകത്ത് ഒരു കാര്യം കൂടെ കണ്ടോ. ഇനിയൊരു കാര്യം കൂടെ, ജനങ്ങളെ പറ്റിച്ചു, ഒരുപാട് പൈസയിട്ട് കുഞ്ഞാൻ മുങ്ങി. ഒച്ച പറയാനുള്ളത്, ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതല്, അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറയാം, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് നറുക്കെടുത്തു. പിന്നെ ഇത് ഞാൻ മാത്രമൊന്നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ KL ബ്രോ ബിജു ഋത്തിക്ക്, എൻ്റെ പൊന്ന് ബിജു ബ്രോ, ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പ്രൊമോഷനൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല റവന്യൂ കിട്ടുന്ന ഒരാളാണ്. അത് നിങ്ങൾ ആരുടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരടുത്ത് മാത്രം അതില്ല എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരാളാണ്. അപ്പം ഇതിനോടകം തന്നെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ യൂട്യൂബിൽ മാത്രം റവന്യൂ കിട്ടിയ ഒരാളാണ്. നിങ്ങൾ എന്ത് തേങ്ങയ്ക്കാണ് ഈ സാധാരണക്കാരെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി സ്കാം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളതിനൊരു മറുപടി പറയണം. കാരണം ഈ ഒരു പൈസ ആ വീടിന് വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ടുള്ള ഓരോ ആൾക്കാർക്ക് നിങ്ങളും മറുപടി കൊടുക്കണം. ഈ കുഞ്ഞൻ പാണ്ടിക്കാട് മാത്രമല്ല, നിങ്ങളും ഇതിനകത്ത് ഉത്തരവാദിയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വളരെ മാന്യമായി സഭ്യമായി കുടുംബാന്തരീക്ഷത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വളരെ നന്മയുടെ നിറകുടങ്ങളായിട്ട് നിന്നുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടി ഈ ആൾക്കാരെ അവരെ കറക്റ്റായിട്ട് ഇതിനകത്ത് അട്രാക്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഇതിനകത്ത് നിന്ന് പൈസ മുടക്കിപ്പിച്ച് ഇതുപോലെ കാർഡോ കൂപ്പണോ ഒക്കെ എടുപ്പിച്ചിട്ട് ആ പൈസ മൊത്തം ഉരുട്ടി തിന്നുന്ന സംഭവം നിങ്ങളും കയ്യിൽ നിന്ന് കുറെ പൈസയും വാങ്ങിച്ചിട്ട് അത് ഈ കാര്യം കാണിച്ചിട്ടുള്ളെങ്കിൽ അത് ഈ കുഞ്ഞൻ പാണ്ടിക്കാട് എത്രത്തോളം കുറ്റക്കാരനാണോ നിങ്ങളും അതിനകത്ത് പെടുന്ന ഒരാൾ തന്നെയാണ്. ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മുകേഷ് നായർ പുള്ളിക്കാരൻ ഇതിനകത്തുണ്ടെന്ന് പറയുന്നത് എന്താണ് മുകേഷ് ഏട്ടാ? നിങ്ങളും ഇതിനകത്തൊക്കെ നിങ്ങൾക്കൊക്കെ ഒത്തിരി പ്രൊമോഷനൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരാളൊക്കെ ഇല്ലേ? നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനകത്ത് പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്നത്? ഇതിനകത്തൊക്കെ നിങ്ങളെയൊക്കെ സൈഡിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആസർക്കാരോട് എന്താണ് ആസർക്കാങ്ങൾ ഓരൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഞൊക്കപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ, അതായത് അന്നത്തെ ദിവസം, അതായത് ഈ ഒരു കൂപ്പൺ നറുക്കെടുപ്പിന്റെ അന്ന് ഇയാളെ മാത്രം വിളിച്ച് മറ്റുള്ളവരെ വിളിക്കാത്തതിന്റെ കാര്യം അവരെ വിളിച്ച കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. പ്രൊമോഷൻ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും പണ്ട് ഇന്ദുലേഖയുടെ ഹെയർ ഓയിലോ സോപ്പോ എന്തോ പ്രൊമോട്ട് ചെയ്തപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ഇഷ്യൂ വന്നു, മമ്മൂക്കയ്ക്ക് ഒരു ഇഷ്യൂ വന്നു. അന്ന് ആ വാങ്ങി ഉപയോഗിച്ച ആൾ വെളുത്തില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അവസാനം മമ്മൂക്ക ആ ഒരു ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്ത് നിന്ന് മാറി അവസാനം ഇങ്ങേർക്ക് അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കമ്പനി കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഇവന്മാർ കാണിക്കുന്ന ഈ ഉടായ്പിനെല്ലാം ആരെയും കൊണ്ടൊരു പൊതു താല്പര്യമായിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം പെടും. ഇതൊരു സ്കാമാണ്, പച്ച സ്കാം. ഇതിനകത്ത് ഇന്ന് ആൾക്കാർ വീഴുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ കാണിച്ചത് യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. കുഞ്ഞൻ പാണ്ടിക്കാട് പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? കുഞ്ഞൻ പാണ്ടിക്കാട് അവിടെ ചെന്ന് പച്ചക്ക് ഉടായ്പ കാണിച്ചിട്ടുള്ളത് നമുക്ക് എവിഡന്റ് ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരും കൂടെ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരും ഇതിനകത്ത് പെടുന്ന ആൾക്കാരാണ്. ഇതുപോലുള്ള പ്രൊമോഷൻ നടത്തുന്ന ആരാണെങ്കിലും അവരെല്ലാവരും ഈ സ്കാമിന്റെ ആൾക്കാരാണ്. സ്കാമിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇഷ്ടം പോലെ ഉള്ളവന് ആർത്തി കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കണം. എല്ലാവരും വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ എന്തായി, എല്ലാം പെരടിക്ക് വന്നു. അവരെല്ലാരും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ കാര്യത്തിനകത്താണെങ്കിൽ അയാൾ ആ ഒരു കാര്യം ചെയ്തു, അതിനുശേഷം അയാൾ എക്സ്പ്ലനേഷൻ കൊടുക്കാനെങ്കിലും തയ്യാറായി. ഇവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് ഇയാളെ ഏകപക്ഷീയമായിട്ട് ഇയാൾ ചെയ്തിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഇയാൾ മാത്രമല്ലല്ലോ, അവരും കൂടെ ഉണ്ടെന്ന് ജഗദീഷ് സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ അവരും മറുപടി പറയണം, വാ തുറക്കണം. ഞാനാണ് തെറ്റുകാരൻ. ജനങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ എല്ലാ സൈഡും പറഞ്ഞു പോകണം. ഇനി കുഞ്ഞൻ പാണ്ടിക്കാട് വേറൊരു വീഡിയോ ഇട്ടു. കടം കൊണ്ട് അയാളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് പോയൊരു വ്യക്തിയാണ് അയാൾ. കാരണം നല്ല ഹൈ ലെവലില്. കാരണം അയാളെ പെരയിൽ പറഞ്ഞാൽ ആര് വന്നാലും എന്തും കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുക, അങ്ങനത്തെ ഒരാളാണ് അയാൾ. കടം വന്നപ്പോൾ നമ്മൾ ചോദിച്ചാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് നമ്മൾ പ്രൊമോഷൻ കിട്ടിയത് നമ്മൾ ഏത് വീഡിയോ ചെയ്യാൻ ഞാൻ പൈസ വാങ്ങിയാണ് ഞാൻ വീഡിയോ ചെയ്തു. അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നും ഞാൻ വീഡിയോ ചെയ്തു. അല്ല ഇതിന് മുന്നേ ഈ നടക്കപ്പോൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതിന് മാത്രമാണ് ഈ ആൾക്കാർ ഇത്രയും ഹേറ്റ് കൊണ്ടുവരുന്നത്. ഞാൻ എടുത്തു, ഞാൻ 2 സെക്കൻഡ് നിന്ന് എടുക്കാൻ പറഞ്ഞതാണ്. ആദ്യം എടുക്കാന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞ സ്ഥിതിക്കാരല്ല. അപ്പൊ ഞാൻ വണ്ടി പോകാനായിട്ട് എടുക്കാനാണ് എന്റെ വാപ്പാന്റെ മോലൊന്നുമല്ലല്ലോ അത്.
ഇത് ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ശുദ്ധ നുണയാണ്. ആ വീഡിയോ സത്യം പറഞ്ഞ പച്ചയ്ക്ക് ഒരു പ്ലാന്റ് ആയിട്ടുള്ള സാധനം നടത്തി തന്നെ ആൾക്കാരെ മൂഞ്ചിച്ചു. സംശയമൊന്നും വേണ്ട, അതിന് കൂടുതൽ മറ്റേ താളം വിടേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ ചെയ്തു, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ നടത്തിയതിനകത്താണെങ്കിൽ മറ്റൊരു പെടും. പക്ഷെ നിങ്ങൾ കാണിച്ചിട്ടുള്ള പച്ച ഉടായ്പ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിച്ചു. ഓക്കെ, അത് തെളിവ് തരണമെങ്കിൽ നമ്മളൊക്കെ അവിടെ വന്നിട്ട് വേണമെങ്കിൽ ഇത് കുത്തിയിരുന്ന് കണ്ട് വേണമെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കഴിഞ്ഞില്ല. ഇനി നമ്മുടെ ഈ ഒരു വീട് മറ്റേ ഇത് ലക്കി ഡ്രോയ്ക്ക് വെച്ചിരുന്നല്ലോ, അയാൾ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ആണ്. ഈ ഷാഫിയാണ് നാസറിന്റെ മകന്റെ സുഹൃത്ത് ഷാഫി. നാസറാണ് ഈ ഒരു ലക്കി ഡ്രോ നടത്തുന്നത്, അയാളുടെ സുഹൃത്ത് ഷാഫി. അത് ഇതാ വന്നിരിക്കുന്ന ഷാഫി അയാളുടെ സുഹൃത്ത്. പ്രൈസ് അടിച്ച വീട് നാസറിന് കൊടുക്കാൻ പ്ലാനായി. നാസറിന്റെ മകന്റെ സുഹൃത്ത് ഷാഫി പ്രൈസ് അടിച്ച വീട് നാസറിന് കൊടുക്കാൻ പ്ലാനായി. ഇയാളല്ലേ നാസർ, എനിക്ക് എന്തായിക്കോട്ടെ. സെക്കൻഡ് പ്രൈസ് ജിംനി അടിച്ചവന്റെ സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മൾക്ക് പോകുന്നത്. എന്തായാലും കുറച്ച് നമുക്ക് തന്നെ സംഭവം തന്നു. പിന്നെ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നും നമ്മൾ പോകില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ പിന്നെ പോകില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയാണ്. അയാളും പറയുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി എന്നാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത പരിപാടിയാണ്. ബട്ട് എല്ലാ പരിപാടികളും കൂടെ അവസാനം വിട്ടുപോയി എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞില്ല. ഇനി നമ്മുടെ സിദ്ദിഖ് ഒരു കാര്യം മുമ്പത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതിനിടയ്ക്ക് കയറി വന്ന് കാണിച്ചാൽ ചുമ്മാ മനസ്സിലായില്ല, ഇതാണ് ആഘോഷം. അതായത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഇപ്പം ഈ കാണുന്ന കോൺട്രവേഴ്സിയും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി എല്ലാം അയാളെ റീച്ചിന് വേണ്ടി യൂസ് ചെയ്യും എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അയാൾക്ക് ഒന്ന് ഏൽക്കുന്ന സ്വഭാവമുള്ള ആളൊന്നുമില്ല. ഇതിനിടയ്ക്കും മുമ്പും കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ പുറത്തവിടേക്ക് പെട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൂപ്പി കരയുന്നൊരു വീഡിയോ, ഭയങ്കര കരച്ചിലാണ്. ആ വീഡിയോ എൻ്റെ ചാനലിൽ കാണണം. ഒരു 3-4 വർഷത്തിന് മുമ്പാണെന്നാണ് തോന്നുന്നത്. അന്ന് എനിക്ക് ആ വീഡിയോ കണ്ട് എനിക്ക് സങ്കടം വന്നു. ഞാൻ ആ വീഡിയോ വെച്ച് റിയാക്ട് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക്, ഞാൻ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു. അന്ന് ആ കമൻറ്റ് ബോക്സിനകത്ത് മൊത്തം എന്തുമാത്രം ആൾക്കാരെ വിഷമിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടു ഇയാൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പെട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിവർത്തിയില്ല, നാട്ടിലെത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിങ്ങനെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അയാൾ അന്ന് ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇയാളുടെ പല രൂപഭാവ മാറ്റങ്ങൾ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ നമ്മൾ ചിന്തിക്കുന്ന ആളേ അല്ല എന്നുള്ളത്. ഇയാൾ വേറെ ലെവലുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ തോന്നാത്ത വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇപ്പം KL ബ്രോ, ബിജു ഋത്തിക്ക്, മുകേഷ് നായർ, ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഈ പബ്ലിക്കായിട്ട് നിന്നുകൊണ്ട് ആ സാധനം അടിയിലേക്ക് കൈയിട്ടുകൊണ്ട് നമ്മൾ സാധാരണ ലക്കി ഡ്രോ ഒക്കെ കാണാൻ ഇങ്ങനെ വലിച്ചിടും ഇല്ലേ, ഇടും. അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് അകത്തേക്ക് കൈയിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ മൗനമായിട്ട് നിന്ന് എന്തോ അടിയിൽ പരിപാടി നടക്കുന്നു. ആ സാധനം എവിടൻ്റാണ് അവിടെ നിന്ന് എന്തോ ഒരു സെല്ലോ ടേപ്പർ എന്തോ ഒരു സാധനം വെച്ച സാധനത്തിന് നൈസായിട്ട് അങ്ങ് ചുരണ്ടി അങ്ങ് എടുത്തു. ആ സമയത്ത് എടുക്കുന്ന സമയത്തും അതിൻ്റെ ഓണറുടെ മുഖത്തടക്കം നിങ്ങൾ നോക്കിയ പരിഭ്രമവും ഒരു വല്ലാത്തൊരു സാധനവും സംഭ്രമവും എല്ലാവരും കൂടെ കൂട്ടത്തോടെ ചേർന്നുള്ളൊരു കളി. ആ കളി കളിച്ചു. നിങ്ങൾ ഈ പൈസ മുടക്കി ഈ ലക്കി ഡ്രോയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ പോയാൽ 1000 എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നിങ്ങളെല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു വലിയ സ്റ്റേഡിയത്തിലൊരു പരിപാടി നടത്താൻ പറയണം. ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ കൂട്ടത്തോടെ ചേർന്നുകൊണ്ട് പബ്ലിക്കായിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇത് കുലുക്കിയിട്ട് അവിടെ നിന്ന് എടുക്കണം. അല്ല സെലിബ്രിറ്റിയെയോ അവരെ ഏർപ്പാടാക്കിയ ആളെന്നല്ല, ആ പബ്ലിക്കായിട്ട് റാൻഡം ആയിട്ടൊരു വ്യക്തിയോ എല്ലാം കൊണ്ടൊന്ന് അങ്ങനെ എടുപ്പിക്കണം. ഇതുപോലുള്ള ഉടായ്പകളിലേക്ക് ചെന്ന് വീഴല്ലെന്നേ. ഇത് എത്ര പഠിച്ചാലും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് മലയാളികൾ. 100% ലിറ്ററസി സാർന്ന് നമ്മളെ പറഞ്ഞ് കണ്ടവന്മാരെ ഈ കളിയാക്കുന്നില്ലേ, നമ്മുടെ ഈ പറഞ്ഞ ചില മണ്ടത്തരങ്ങൾ കാരണം കൂടെയാണ്. അതിൽ പാണ്ടിക്കാട് കുഞ്ഞിനും കണക്ക് തന്നെ, മുകേഷ് നായരും കണക്ക് തന്നെ, ഈ പറഞ്ഞ മറ്റവനുണ്ടല്ലോ ബിജു ഋത്തിക്ക് അയാളും കണക്ക് തന്നെ. എല്ലാവരും പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ ആൾക്കാരെ എങ്ങനെ പെട്ടാലെന്ത്, ആൾക്കാരെ മൂഞ്ചിയാലെന്ത്, ഇവന്മാർക്കൊക്കെ പൈസ കിട്ടിയാൽ മതി. നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. പോയി ചെന്ന് വീടല്ലേ പ്ലീസ്, തൊഴുത് പറയാം പ്ലീസ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.